പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും വിവിധ സ്കൂളുകളിൽ നിന്നും റാഗിംഗ് പരാതികൾ ഉയരുന്നുണ്ട്. ഷൂ ഇടണ്ടാന്ന് പറഞ്ഞിട്ട് തച്ച്, പിന്നെ പാട്ട് പാടാൻ പറഞ്ഞ് അങ്ങനെ തച്ച്, പിന്നെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ എന്തെല്ലാം ചീത്ത വിളിച്ചോണ്ടെന്ന് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് തച്ച്, പള്ളിയിൽ കയറുമ്പോൾ പിടിച്ചിട്ട് കൊണ്ടുപോയി എല്ലാക്കിട്ട് തച്ച്. എന്താണ് പാട്ട് പാടാൻ എന്താണ് പറഞ്ഞത്? പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടാൻ കഴിയാ, അപ്പോൾ തച്ച്. ഇത് എല്ലാ പ്ലസ് വൺ കുട്ടികളോട് ഇത്തരത്തിലാക്കി എല്ലാവരോടും ആക്കി. ഇത് ചെയ്തവരെ അറിയോ? ഒരു 5-6 കണ്ടറിയും. ഇവര് പ്ലസ് ടു ഇതേ സ്കൂളിൽ പ്ലസ് ടു കുട്ടികൾ? ഇതേ സ്കൂളിൽ പ്ലസ് ടു കുട്ടികൾ. ഇതില് സ്കൂളിൽ പരാതി പറഞ്ഞപ്പോൾ അവരെന്താണ് പറഞ്ഞത്? സ്കൂളിൽ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ്ട് പോയിട്ടാകുമ്പോൾ കേസിലാക്കി. ഇപ്പോൾ സ്കൂളിൽ വരുമ്പോൾ പറയണം. എവിടെയാ പരിക്ക് എവിടെയൊക്കെ ഉണ്ടായത്? ചെവി പടിഞ്ഞ പോലെ ഉണ്ട്, പിന്നെ ഷോൾഡർ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയതോടെ വിവിധ സ്കൂളുകളിൽ നിന്നും റാഗിംഗ് പരാതികൾ ഉയരുന്നുണ്ട്. കാസർഗോഡ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിംഗ് ഉണ്ടായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. അതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെയായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ആക്രമണം. പാട്ടുപാടാൻ ആവശ്യപ്പെട്ടപ്പോൾ വിസമ്മതിച്ചതോടെ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ചെന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഇത്തരം പരാതികൾ, റാഗിംഗ് പരാതികൾ ഇപ്പോൾ ഈ സമീപകാലത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സ്കൂളുകളിൽ നിന്നും കേൾക്കുന്നുണ്ട്. റാഗിംഗ് നിരോധനമൊക്കെയുള്ള ഒരു നാടാണ്, സംസ്ഥാനമാണ്. ഇവിടെയാണ് വീണ്ടും ഈ കുറ്റവാളികൾ ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ കാസർഗോഡ് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്തിന്റെ പേരിലാണ്? റാഗിങ്ങിന്റെ പേരിലായിരുന്നോ? ടോമെ, തീർച്ചയായും നമ്മുടെ കലാലയങ്ങൾ വളരെ സൗഹൃദപരമാകണമെന്ന മന്ത്രിമാർ ഉൾപ്പെടെ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അതായത് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതിലൊരു നടപടി ഉണ്ടാവുകയും വലിയ തോതിലുള്ള ഈ വിവാദവും ചർച്ചയൊക്കെ ഉണ്ടാകുന്നത്. പല സ്കൂളിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്ലസ് വൺ പ്ലസ് ടു ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ്. ഇതേതായാലും കാഞ്ഞങ്ങാടിനടുത്ത് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു സംഭവമാണ്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. ഈ കുട്ടീനെ ക്ലാസ്സിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന് എടുത്തു കൊണ്ടുപോയാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഒരു കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത്. അതായത് പ്രധാനമായും ഷൂ ധരിച്ചെത്തി എന്നതാണ് ഒരു കാരണം പറയുന്നത്. മറ്റൊന്ന്, പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അത് വിസമ്മതിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് മാത്രമല്ല, ഈ വാട്സാപ്പിലെ നിരവധി ഭീഷണി സന്ദേശങ്ങളും ഈ കുട്ടിക്ക് ഇവർ അയച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ സ്കൂളുകൾ ഉള്ളത്. ഏതായാലും ഈ പ്ലസ് ടു കുട്ടികളാണ് ഇത് ചെയ്തത്. പ്ലസ് വണ്ണിലെ മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ടും പാട്ട് പാടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു വിദ്യാർത്ഥി മാത്രം അതിന് തയ്യാറാകാൻ തുടർന്നാണ് ഇത്തരത്തിൽ ഭീകരമായി മർദ്ദിപ്പിക്കുന്ന ഒരു ദൃശ്യം വന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ മറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്കൂൾ അധികൃതർ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദമാക്കാൻ തയ്യാറായിട്ടില്ല. അവർ വിശദീകരണം രംഗത്ത് വന്നിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇത്തരം
സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ സ്കൂൾ ഉൾപ്പെടെ നേതൃത്വം നൽകി നടപടിയെടുക്കണം വേണ്ടതിന്റെ ഒരു ആവശ്യകത തന്നെയാണ് ഉയർന്നു വരുന്നത്. പ്രധാനമായും ഈ രക്ഷാകർത്ത സമിതിയൊക്കെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇപ്പോൾ +1 കൂടുതലായും ഇത്തരം കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം, ഈ പരാതി നൽകുന്നിടത്തേക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് ഇത്തരത്തിൽ വലിയ തോതിലുള്ള റാഗിംഗ് ഏൽക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ മന്ത്രി തലത്തിൽ തന്നെ ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഓരോ ക്യാമ്പസുകളിലും ഈ സംഭവം ഉണ്ടാകുന്നു. ഇത് അടുത്ത തവണയോ അടുത്ത വർഷം വരുമ്പോൾ ഇതേ കുട്ടികൾ തന്നെ പിന്നീട് അത് കുട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ റാഗിങ്ങിന് ഒരു തുടർച്ചയായ സംഭവമായി മാറും. അതുകൊണ്ട് മുളയിലെ നുള്ളുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നേരത്തെ കോളേജുകളിലായിരുന്നു ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ സ്കൂൾ തലത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അതും സംസ്ഥാന പാത, അതായത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി സംസ്ഥാന പാത തൊട്ടരികിലുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന, നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു വഴിയിലാണ് ഈ സംഭവം എന്നാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ വളർന്നിരിക്കുന്നു. അതായത് കൂട്ടം ചേർന്ന് ഈ കുട്ടിയെ ഇത്തരത്തിൽ ആക്രമിക്കുക, ഷൂ ധരിച്ച് എത്തിയാൽ അത് ഇഷ്ടപ്പെടാതിരിക്കുക, പാട്ട് പാടാൻ പറയുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ കടക്കുന്നത് ഏറ്റവും വലിയ അപകടം തന്നെയാണ് ഉയർത്തുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ കർശന നടപടി വേണം. പ്രാകൃതമായിട്ടുള്ള രീതികൾ മുൻപ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ SME റാഗിംഗ് കേസൊക്കെ നമുക്കറിയാം. ആ സംഭവത്തിന് പിന്നാലെയാണ് പിന്നീട് ഈ റാഗിംഗ് നിരോധന നിയമം കടുപ്പിക്കുന്നത്. പക്ഷെ വീണ്ടും ഈ സമീപ വർഷങ്ങളിൽ കഴിഞ്ഞ 2 വർഷമായി ഇതുപോലുള്ള റാഗിംഗ് പരാതികൾ വിവിധ സ്കൂളുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞത്, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയം, ഞങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇതുപോലുള്ള ക്രൂരമായ റാഗിംഗ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജൂനിയർ വിദ്യാർത്ഥികളെയും സമാനമായ രീതിയിൽ റാഗിങ്ങിന് വിധേയരാക്കുന്നതെന്നാണ് എന്ന വിചിത്രമായിട്ടുള്ള മറുപടിയാണ് ഈ കുട്ടികൾ പറഞ്ഞത്. ഒരുപക്ഷെ ഇതിൻ്റെ ഗൗരവം അവർക്ക് അറിയില്ലായിരിക്കാം, മനസ്സിലാക്കില്ലായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ ഈ റാഗിംഗ് വിരുദ്ധ അല്ലെങ്കിൽ റാഗിംഗ് നിരോധന സമിതികളൊന്നും ശക്തമാകാത്തത്? അത് നേരത്തെ ഇത്തരം പരാതികൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ എല്ലാ സ്കൂളുകളിലും ഇതുപോലുള്ള സമിതികൾ ഉള്ളതാണ്. അത് PTA ടീച്ചർമാരും ഉൾപ്പെടുന്ന സമിതികൾ ഉള്ളതാണ്. ഈ സ്കൂളിൽ അതുപോലുള്ളൊരു സമിതി ഇല്ലാത്തതാണോ, അതോ ഒരു ശക്തമായ നടപടി അവർ സ്വീകരിക്കാത്തതാണോ? ടോമെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരത്തിൽ റാഗിങ്ങിനെ തുടർന്ന് മനം നൊന്ന് ആത്മഹത്യ പോലും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ടോം സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ വർഷം ഈ +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥികളെ റാഗിങ് ചെയ്യുന്നു. അടുത്ത വർഷം ഇവർ +2 ആകുമ്പോഴേക്കും പിന്നീട് വരുന്ന കുട്ടികളെയും ഇത്തരത്തിൽ റാഗിങ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നു. ഇത് തന്നെയാണ് ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത്. നമുക്കറിയാം, 2 വർഷം മുൻപാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ കുമ്പളയിലെ ഒരു സ്കൂളിൽ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയെ മുടി മുറിച്ച ഒരു സംഭവം ഉണ്ട്. അത് വലിയ വിവാദമായിരുന്നു ഈ സംഭവം. അത് പിന്നീട് മന്ത്രിതലത്തിൽ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ കുട്ടികളെ അവിടുന്ന് സ്കൂളിൽ നിന്നും പുറത്ത് ആക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ശക്തമായ നടപടി ഇതിൽ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഇതിനൊരു അറുതി വരുത്താൻ പറ്റും. കാരണം ഇതിലേറ്റവും പ്രധാനം, എല്ലാ കുട്ടികൾക്കും ഇത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില കുട്ടികൾക്ക് ഇതിൽ മനം നൊന്ത് ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്ര വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത്. അത്രത്തോളം നിസ്സാരമാക്കി വെക്കേണ്ട സംഭവമല്ല. ഏതായാലും ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടത് മാത്രമാണ് ഈ സംഭവം പുറത്തറിഞ്ഞതും പിന്നീട് ഇത് വാർത്തയായതും അതുപോലെ തന്നെ പിന്നീട് പോലീസിലേക്ക് കേസാകുന്നതും. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചിത്താരി ജമാഅത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. കാഞ്ഞങ്ങാടിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പാതയിലാണ്, ഈ പാതയോട് ചേർന്നാണ് ഈ സ്കൂൾ ഉള്ളതെന്നും ഏറ്റവും പ്രധാനം. ഏതായാലും ഈ റാഗിംഗ് വിരുദ്ധ സമിതി ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു നിശ്ചയമില്ല. അത്തരത്തിൽ നമുക്കൊരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണവും നമുക്ക് ഈ സംഭവത്തിൽ ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളും ഒക്കെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അവർ പറയുന്നത് പ്രധാനമായും നമ്മുടെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു കുട്ടിക്ക് ഇത് സംഭവിക്കരുത്. മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിൽ പാട്ട് പാടാനും ഷൂ ഇട്ടത് ചോദ്യം ചെയ്യുന്നതുമാണെങ്കിൽ നാളെ അത് വലിയ തോതിലുള്ള മറ്റു തരത്തിലുള്ള റാഗിങ്ങിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരെ വരാം. അതുകൊണ്ട് ഈ സംഭവം, ഈ കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും ഈ കുട്ടികളെ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുവരെ ഈ കേസുമായി എത്ര ഇതായാലും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ നിലവില് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്ന്
ഈ വിദ്യാർത്ഥികൾക്കെതിരെ, സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അതോടൊപ്പം നിയമ നടപടിയും ആവശ്യമല്ലേ? സാധാരണഗതിയിൽ ഇത്തരം റാഗിംഗ് പരാതികളൊക്കെ ഉയർന്നു വന്നാൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയല്ല, സ്കൂളിൽ നിന്നും പുറത്താക്കുന്ന നടപടികളൊക്കെ സ്വീകരിക്കാറുണ്ട്. ഈ വിഷയത്തിൽ സ്കൂളിന്റെ നിലപാട് എന്താണ് ബൈജു? ടോമേ, ഈ വിഷയത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും തണുപ്പൻ നിലപാടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ സംഭവം ഉയർന്നു വരികയോ അത് വാർത്തയാകുകയും ചെയ്താൽ ആ മിനിറ്റിനകം തന്നെ സ്കൂളിൽ നിന്നൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ നൽകേണ്ടതാണ്. ഈ സമയം വരെ നമ്മൾ ഈ വാർത്ത രാവിലെ റിപ്പോർട്ട് ചെയ്ത്, നമ്മളാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുതൽ ഈ വാർത്ത ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ കുട്ടി സ്കൂളിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ പോലീസിൽ പരാതി നൽകൂ എന്നാണ് സ്കൂളിൽ നിന്നും പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ ഈ കുട്ടി ആശുപത്രിയിലായിരുന്നു. ചെവിയുടെ കേൾവിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഈ കുട്ടിക്ക്. അതുപോലെ തന്നെ കണ്ണിനും നല്ല പരിക്കുണ്ട്. നമ്മൾ കുട്ടിയെ കാണുമ്പോൾ വളരെ സങ്കടപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കുട്ടി. ഏതായാലും ഈ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഒരു തണുപ്പൻ പ്രതികരണമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. ഇതുവരെ നമുക്ക് അവരുമായി ഇത്തരത്തിൽ ബന്ധപ്പെട്ടപ്പോഴും ഇതിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം കൃത്യമായും ഈ കുട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മർദ്ദനമേറ്റ കുട്ടി തന്നെ ഇതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 25ഓളം പേരെ അറിയാം എന്നും നമുക്ക് അവിടെ നിന്നും പരിസരവാസികളിൽ നിന്നും മനസ്സിലായി. അത്തരത്തിൽ ഇവർ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇവരുടെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ്. ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയാൽ നിങ്ങൾക്ക് സ്കൂളിൽ വരാതിരിക്കാൻ ഉള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ വലിയ ഭീഷണിയൊക്കെ ഇവർ മുഴക്കിയിട്ടുണ്ട്. ആ സന്ദേശമൊക്കെ ഈ കുട്ടിയുടെ മൊബൈലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായി കുട്ടികൾ ആരാണ് ഇത് ചെയ്തതെന്ന്, ഇവരോട് ചെയ്തതെന്നും ഒക്കെ അറിയാം. മാത്രമല്ല ഈ +1 മുഴുവൻ കുട്ടികളെ കൊണ്ടും ഇത്തരം റാഗ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെ കൊണ്ടും പാട്ട് പഠിപ്പിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഏതായാലും വളരെ പ്രാകൃതമായ രീതിയിൽ ഇത്തരത്തിൽ റാഗിങ് ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തു. ഇത് ഈ സമീപകാലത്ത് ഈ റാഗിങ്, സ്കൂളുകളിലെ റാഗിങ് ഏറെ വർദ്ധിക്കുന്നുണ്ടെന്ന്. അത് നമ്മുടെ ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ ആവേശം എന്ന സിനിമയിൽ ഇതുപോലുള്ള റാഗിങ് നമ്മൾ കണ്ടതാണ്. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന പ്രവണതകൾ. ഇത് ഈ വിദ്യാർത്ഥികളെ ഏതെങ്കിലും രീതിയിലൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ? ഈ സിനിമയ്ക്ക്, ഈ ആവേശം പോലുള്ള സിനിമകളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ ഇങ്ങനെ ആക്രമണം അഴിച്ചുവിടാൻ? ടോമേ, തീർച്ചയായും ഇത്തരം സിനിമകൾ ഇവർക്ക് വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് പറയാൻ. കാരണം നമുക്കറിയാം ഈ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ സ്കൂളുകളിൽ വന്നാൽ ഇവർ വരുന്ന രീതികൾ വലിയ വാഹനങ്ങളിലൊക്കെ അത്തരത്തിൽ നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഈ സ്കൂളുകളിലേക്ക് വരുന്നത്. പലപ്പോഴും ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ 3 പേരൊക്കെയുമായി സ്കൂളുകളിലേക്ക് ഇത്തരത്തിൽ വരുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിലൊന്നും ശക്തമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ഇത്തരത്തിൽ നടപടി ഉണ്ടാകും, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതല്ല അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നില്ല. നമുക്ക് സ്കൂളുകളുടെ മുറ്റത്തൊക്കെ കാണാം ഇത്തരത്തിൽ +1 പഠിക്കുന്ന ലൈസൻസ് പോലും ഇല്ലാത്ത വിദ്യാർത്ഥികൾ സ്കൂട്ടർ എടുത്ത് 2-3 പേരുമായി ഇത്തരത്തിൽ വരുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത് സ്കൂളിന് പുറത്താണ്. നേരത്തെ ക്യാമ്പസിന്റെ അകത്തായിരുന്നു ഇത്തരം സംഭവങ്ങൾ. ഇപ്പോൾ ഈ +1 +2 പ്രശ്നങ്ങളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചാൽ അറിയാം. ഇത് സ്കൂളിന് പുറത്ത് റോഡ്, അതായത് പൊതു ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൂട്ടം ചേർന്ന സംഘർഷങ്ങൾ, അടി നടക്കുന്നത്. ഇതിന് തടയിടാൻ ചിലപ്പോൾ നാട്ടുകാർ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാ സ്കൂളുകളിലും വീണ്ടും റാഗിംഗ് വിരുദ്ധ ഒരു സമിതി ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അത്തരത്തിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധ ഒരു തുടക്കത്തിൽ ഒരു 2-3 മാസമെങ്കിലും, അതായത് +1 ക്ലാസ് ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ, ഒരു 2-3 മാസമെങ്കിലും ഇവരെ ശ്രദ്ധ കൃത്യമായി ഇതിൽ പതിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ താങ്ങാനാവുന്നതിനും അപ്പുറമുള്ള റാഗിംഗ് ഒക്കെ ഉണ്ടാകാം. ഇത് ഒരു ദൃശ്യം നമുക്ക് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് പുറത്ത് അറിയിക്കാൻ സാധിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊന്നുമില്ലാതെ താങ്ങാനാവാത്ത രീതിയിലുള്ള റാഗിംഗ് ഒക്കെ നടക്കുന്ന ഇടങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ശ്രദ്ധ ഇതിലുണ്ടാകണം. മാത്രമല്ല സ്കൂളിന് പുറത്തും CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നൊക്കെ തീരുമാനം പല സ്കൂളുകളിലും ഉണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കുന്നതിലാണ് യാഥാർത്ഥ്യം. എന്തായാലും നടപടി ശക്തമാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു ദുരന്ത വാർത്ത നമുക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ ഈ കാര്യത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നാണ് ആദ്യമായി ശ്രദ്ധ ചെലുത്തേണ്ടത്. പിന്നീട് പോലീസിന്റെ ഭാഗത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകണം. ഏതായാലും ഹോസ്ദുർഗ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി പോലീസിന്റെ ഒരു സംഘം ഈ സ്കൂളിലെത്തി ഈ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. ഏതായാലും സ്കൂൾ അധികൃതർക്ക് കൃത്യമായി ഇതാരാണ് KB ബൈജു സൂചിപ്പിച്ചതുപോലെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇത് അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാം. ഇതിന്റെ മനോവിഷമത്തിൽ, റാഗിങ്ങിന്റെ ഒക്കെ നേരിട്ടതിന്റെ മനോവിഷമത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത നിരവധി സംഭവങ്ങൾ നമുക്കറിയാം.
ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടി തന്നെയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.